നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ സ്വഭാവ രീതിയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അവർക്കും ഒത്തിരി ട്രോമ ഉണ്ടായിട്ടില്ലേ, അതുകൊണ്ടായിരിക്കില്ലേ അവരിങ്ങനെയൊക്കെ ആയി മാറിയത്, നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്ന്. അതേപോലെ തന്നെ ഒരുപാട് പേര് ചിന്തിക്കുന്ന കാര്യമാണ്, എന്തിനാണ് അവരുടെ ട്രോമയെ പറ്റിയിട്ട് ഇത്രയും സംസാരിക്കുന്നത്, എന്തിനാ, അവർ ചെയ്യുന്നതൊക്കെ മോശമാണ്, അതുമാത്രം പറഞ്ഞാൽ പോരെ, എന്തിനാണ് നമ്മൾ അതിനേക്കാളും ഡീപ്പറായിട്ടുള്ള കാര്യങ്ങളിലൂടെ സംസാരിക്കുന്നത് എന്തിനാണ് എന്ന്. ഈ രണ്ട് ചോദ്യങ്ങളും ഒരേപോലെ നമുക്ക് ലഭിക്കാറുള്ളതാണ്. അതിൻ്റെ ഉത്തരം, ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ഒരേപോലെ കാണാൻ സാധിക്കുക എന്നുള്ളിടത്താണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതും ഇടപെടുന്നതും എല്ലാതും നമ്മളുടെ തന്നെ ഉള്ളിലുള്ള പല ഫീലിങ്സിൽ നിന്നായിരിക്കും. ഒന്നുകിൽ ഈ വ്യക്തിയോടുള്ള വെറുപ്പ് എന്നുള്ളതിൽ നിന്ന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോടുള്ള ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളതിൽ നിന്ന് മാത്രമായിരിക്കും. അതല്ല, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് ഇറങ്ങി എന്തെല്ലാമാണിത് എന്ന് വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കണം അല്ലേ. ഇന്നത്തെ ഈ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ട്രോമയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ, ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു തെറപ്പി അപ്രോച്ചിലൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് ഇറങ്ങി നിന്ന് വിലയിരുത്താൻ സാധിക്കുകയാണ്. അതിനായിട്ടാണെങ്കിൽ നമുക്ക് ട്രോമ എന്താണ് എന്നുള്ളതിനെ പറ്റി പറയേണ്ടതായിട്ട് വരും. ഓരോ ട്രോമയോടുമുള്ള നമ്മളുടെ അഡാപ്റ്റേഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി പറയേണ്ടതായിട്ട് വരും. ഈ ഒരു അഡാപ്റ്റേഷൻസിലൂടെ നമ്മളെല്ലാവരും, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾ മാത്രമല്ല, നമ്മളെല്ലാവരും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ട് വരും. എന്താണ് അവിടെ അതിനുള്ള പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്കതിനെ വിലയിരുത്തേണ്ടതായിട്ട് വരും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന അതാണ്. ട്രോമ എന്ന് പറയുന്നത് നമുക്ക് ഏൽക്കേണ്ടി വരുന്ന, ചെറുപ്പകാലം മുതലേ നമുക്ക് മനസ്സിനെ ഏൽക്കേണ്ടി വരുന്ന കനത്ത മാനസികാഘാതങ്ങളെയാണ് നമ്മൾ ട്രോമ എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത്. മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളുടെ അപര്യാപ്തതയാണ് ട്രോമ എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നത്. അത് ഒരു പൈസ എന്നുള്ള ഒരു റിസോഴ്സ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, പലപ്പോഴും നമുക്ക് സപ്പോർട്ട് എന്നുള്ളതും മാനസികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എന്നുള്ളതും നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് എന്നുള്ളതും ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലുള്ള സപ്പോർട്ടും അതേപോലെ തന്നെ അതിനകത്ത് അത്യന്താപേക്ഷിതമാണ്. ഇതെല്ലാം തന്നെ തീർത്തും ഇല്ലാതിരിക്കുന്നതും ട്രോമ തന്നെയാണ്. ഇത്തരം ട്രോമകളോട് നമ്മളെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള അഡാപ്റ്റേഷൻസിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്ക് എങ്ങനെയാണ് അത് നാർസിസമായിട്ട് മാറുന്നത്, എങ്ങനെയാണ് എനിക്കത് പീപ്പിൾ പ്ലീസിങ്ങും സോഷ്യൽ ആൻസൈറ്റിയും ആയിട്ട് മാറുന്നത്, വേറൊരു വ്യക്തിക്ക് അവിടെ ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി സ്റ്റൈലിലേക്ക് മാറുമ്പോൾ എനിക്കത് മറ്റൊരു രീതിയിലുള്ള ഒരു പ്രോബ്ലമായിട്ട് മാറുന്നത് എങ്ങനെയാണ് എനിക്കിതിനെ വിലയിരുത്താനായിട്ട് സാധിക്കുക. ഇനി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്കെങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും, എനിക്കെങ്ങനെയാണ് മുൻപിലേക്ക് എനിക്ക് തന്നെ ബെറ്റർ ആവുന്ന രീതിയിൽ ഇതിനെ കണക്കാക്കാനായിട്ട് സാധിക്കുക. ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ, ട്രോമയുടെ കണ്ണിലൂടെ നമുക്ക് ഇന്ന് വിലയിരുത്താം നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി സ്റ്റൈൽസും അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നേരിടേണ്ടി വരുന്ന വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾക്ക്, സർവൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും. എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് പ്രശ്നങ്ങളിലൂടെ നാവിഗേറ്റ് ചെയ്യുന്നതിന് എന്തെല്ലാമാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലായ്മ നമ്മളുടെ സമൂഹത്തിൽ വളരെ പ്രിവലൻ്റ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ഒരു കാര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എങ്ങനെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിലേക്ക് ഒരു അവയർനെസ് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ബോധി ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്നുള്ളത് നാർസിസം എന്നുള്ള കൺസെപ്റ്റിനെ കുറച്ചും കൂടി ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറൻ്റ്ലി ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ എങ്ങനെ കാണാൻ സാധിക്കും, എങ്ങനെയാണ് നമുക്കതിലൂടെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് നമുക്കതിനെ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതായത് ഇന്ന് നമ്മൾ ഒരു ട്രോമ എന്നുള്ള കണ്ണിലൂടെ നോക്കിക്കാണുമ്പോൾ വളരെ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറാണ് ചെറുപ്പം മുതലേ നമുക്ക് നേരിടേണ്ടി വരുന്ന ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിനോട് നമ്മളെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ട്രോമ എന്ന് പറയുന്നൊരു സംഭവം അനുഭവിക്കാത്തവരായി, നേരിടാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും ഒന്നുകിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മാനസികാഘാതം ഏൽക്കുക എന്നുള്ളത് ഉറപ്പായിട്ട് സംഭവിച്ചിട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ എങ്ങനെയാണ് നമ്മളതിനെ മറികടക്കുന്നത് എന്നുള്ളതിൽ
ഒരുപാട് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് താനും. എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടാതെ മൂന്നാമതൊരാളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടല്ലേ. നമ്മളുടെ വ്യക്തിത്വ ഘടകങ്ങളിൽ വ്യത്യാസമുണ്ട്, ലോകത്തെ നോക്കിക്കാണുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്, അതിനെ തരണം ചെയ്യുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. അതുണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള ഫീലിങ്സിനെയും ചിന്തകളെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവം നമ്മുടെ ലൈഫിലുണ്ടായാലും അതിനെ തരണം ചെയ്യുന്നതിലും അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് എന്നുള്ള രീതിയിലും വ്യത്യസ്തതകളുണ്ട്. എല്ലാവർക്കും അത് ഒരുപോലെയല്ല. ഇനി അത് ആ ഒരു നമ്മളുടെ വ്യക്തിത്വ ഘടകങ്ങളിലും നമ്മൾ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്ന കാര്യങ്ങളിലും മാത്രമാണ് വ്യത്യാസമുള്ളത്? അല്ല. ട്രോമ എന്ന് പറയുന്ന ഒരു സംഭവം, മാനസികാഘാതം ഉണ്ടാക്കുന്ന ഈ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ അളവിലും വ്യത്യാസമുണ്ടല്ലേ. അതായത് ഒരാളുടെ ലൈഫിൽ ഒരുപാട് സാഹചര്യങ്ങൾ ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അയാൾക്ക് നേരിടേണ്ടി വന്നിരിക്കാം. താരതമ്യേന അയാൾക്ക് അത് റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഘടകങ്ങളുടെ അളവിലും വ്യത്യാസം ഉണ്ടായിരിക്കാം. അതായത് ഒരാളുടെ ലൈഫിൽ എത്ര ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ അയാൾക്ക് എന്തെല്ലാം റിസോഴ്സുകൾ അവൈലബിൾ ആയിരുന്നു എന്നുള്ളതിലും വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് 2 പേരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 പേർക്കും ഒരേ രീതിയിലുള്ള ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അവർക്ക് അതിലേൽക്കുന്ന അതിനെ അവരെങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലേക്ക് നേരത്തെ പറഞ്ഞവരുടെ വ്യക്തിത്വ ഘടകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും, അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുമാത്രമല്ല അവരുടെ ലൈഫിൽ അന്നേ വരെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള മറ്റ് ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളുടെ അളവ് അതിനെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുകൂടാതെ തന്നെ അവർക്കുള്ള റിസോഴ്സുകളും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. എല്ലാവർക്കും ഒരേ റിസോഴ്സ് അല്ല ഉള്ളതല്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾക്ക് നേരിടേണ്ടി വരുന്നു വേറൊരാൾക്ക് നേരിടേണ്ടി വരുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മളിനി ഒരു നർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, എന്താണ് നർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് അതൊരു വ്യക്തിത്വ ഘടകമാണ് അല്ലേ, ഒരു തരം പേഴ്സണാലിറ്റി സ്റ്റൈലാണ് എന്ന് നമ്മൾ പറയും. അതിൻ്റെ തന്നെ വളരെ എക്സ്ട്രീമിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരിക്കലും ഡിസോർഡർ എന്നുള്ള രീതിയിൽ സംസാരിക്കാറില്ല, MPD എന്നുള്ളൊരു രീതിയിൽ നമ്മളതിനെ കാണാറില്ല. നമ്മൾ കാണുന്നത് നർസിസം എന്നുള്ളൊരു പേഴ്സണാലിറ്റി സ്റ്റൈൽ എന്നുള്ള രീതിയിലാണ്. ഈ ഒരു നർസിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി സ്റ്റൈൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? ഒരുപാട് പേർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ജനിതകമായിട്ട് കിട്ടിയ എന്തോ ആണ്. അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നു, അവരുടെ സ്വഭാവം അതേപോലെ തന്നെ കുട്ടിക്കും കിട്ടി, കുട്ടി ജനിച്ചപ്പോൾ മുതൽ നർസിസ്റ്റിക് ആയി എന്നുള്ളത്. എന്നാൽ വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണത്. ഒരു കുട്ടിയും അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി സ്റ്റൈലുമായിട്ട് ജനിക്കുന്നൊന്നുമില്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും ജനിക്കുമ്പോൾ ഒരു സ്വഭാവത്തിൻ്റെ ഒരു രൂപരേഖ ഉണ്ടായിരിക്കും, ഒരു ടെമ്പറമെൻ്റ് എന്ന് നമ്മൾ പറയും. ഈ ഒരു ബ്ലൂ പ്രിൻറ്റിനെ, ഈ ഒരു രൂപരേഖ അനുസരിച്ച് അതിൻ്റെ മേലെ എന്തെല്ലാം ജീവിത സാഹചര്യങ്ങൾ വരുന്നോ അതിനനുസരിച്ച് കുട്ടിയുടെ ഒരു അഡാപ്റ്റേഷനാണ് പേഴ്സണാലിറ്റി എന്നുള്ളത്. അതായത് അതിൻ്റെ മേലെ ബിൽഡ് ചെയ്ത് പതിയെ ടീനേജൊക്കെ ആകുമ്പോഴത്തേക്കും, ടീനേജ് കഴിഞ്ഞൊരു യങ് അഡൾട്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും അത് ഈ കുട്ടിയുടെ ഒരു വ്യക്തിത്വ രീതിയായി, ഒരു പേഴ്സണാലിറ്റി സ്റ്റൈലായി അത് ഉറക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനിക്കുമ്പോഴേ ഒരു കുട്ടി നാർസിസ്റ്റിക് ആയിട്ട് ജനിച്ചു എന്നുള്ളത് വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രോമയുടെ കണ്ണിലൂടെ നമുക്ക് എങ്ങനെ നാർസിസത്തെ നോക്കി കാണാൻ സാധിക്കും എന്നുള്ളതാണല്ലേ. നമ്മൾ പറഞ്ഞു ആളുകൾ ഓരോരുത്തരും അവനവൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ട്രോമയായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് പലരും പല രീതിയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെയാണ് ട്രോമയായിട്ടുള്ള അഡാപ്റ്റേഷൻ എന്നുള്ള വാക്കിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഓരോരോ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിനോടും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ട്രോമ എന്ന് പറയുന്ന സംഭവത്തിനോടും എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും അഡാപ്റ്റ് ചെയ്യുന്നത് അല്ലേ. എല്ലാവരും ഒരേപോലെ അല്ല, അതിന് പല പല കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രയാസം എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ. എൻ്റെ ലൈഫിൽ ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ അബ്യൂസ് മൂലം ഞാൻ എങ്ങനെയാണ് അതിനോട് ഞാൻ അഡാപ്റ്റ് ചെയ്തത്? ചില ആൾക്കാർ പറയും ഞാൻ ഭയങ്കര പീപ്പിൾ പ്ലീസറായിട്ട് മാറി.
ആളുകളോട് എപ്പോഴും അവർക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുക. അവർക്ക് ഓക്കെ ആവുന്ന രീതിയിൽ എപ്പോഴും ഞാൻ എൻ്റെ സ്വഭാവ രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. മറ്റുള്ളവരോട് അവർ ഓക്കെ ആവുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ, അവരെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ ഞാൻ പലപ്പോഴും പെരുമാറും. അപ്പോൾ അവർ അഡാപ്റ്റ് ചെയ്തത് എങ്ങനെയാണ്? മറ്റുള്ളവരുടെ ഫീലിങ്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, അവരെ ട്രിഗർ ചെയ്യാത്ത രീതിയിൽ, അവരെ ദേഷ്യപ്പെടുത്താത്ത രീതിയിൽ, അവരെ ഓക്കെ ആക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ട്രോമയോട് അഡാപ്റ്റ് ചെയ്തത് എന്ന്. ഇനി മറ്റൊരാൾ അങ്ങനെ തന്നെ ആയിരിക്കണം അഡാപ്റ്റ് ചെയ്തത് എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. മറ്റൊരാൾ ചിലപ്പോൾ വളരെയധികം സോഷ്യലി ആങ്ഷ്യസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇടപെടുന്നുണ്ടായിരിക്കുക. അതായത് അയാൾക്ക് ഈ പറഞ്ഞ പോലെ ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുമോ, എന്നെ വഴക്ക് പറയുമോ, എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യോ, ദേഷ്യപ്പെടുമോ എന്നുള്ള ആ ഒരു ഭയം മൂലം അയാൾ പിന്തിരിഞ്ഞ് ഒന്ന് ഹൈഡ് ചെയ്യാനാണ് അയാൾ പഠിച്ചതെന്നുണ്ടെങ്കിലോ, അപ്പോൾ അയാൾക്ക് ആ ഒരു സോഷ്യൽ ആങ്സൈറ്റി എന്നുള്ളതായിരിക്കാം വരുന്നത്. അതായത് സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ എന്നെ തന്നെ വൾണറബിൾ ആക്കുന്ന സാഹചര്യങ്ങളോ വരുമ്പോൾ അയ്യോ അവിടേക്ക് പോകണ്ട, അത് ഡേഞ്ചറാണ് എന്ന് ചിന്തിച്ച് ഞാനൊന്ന് ഉൾവലിഞ്ഞ് ബാക്കിലേക്ക് നിൽക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി ഹൈഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ആ ഒരു ട്രോമയോട് അഡാപ്റ്റ് ചെയ്തത്, അല്ലേ? ഈ ഒരു പല രീതിയിലും. ഇനി വേറെ ചില ആൾക്കാരാണെങ്കിൽ അഗ്രഷൻ എന്നുള്ളത് കൊണ്ട് ട്രോമയോട് അഡാപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അതായത് ദേഷ്യമാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ അവർ ഒരുപാട് സാഹചര്യങ്ങളിൽ ഹെൽപ്ലെസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കും. ഒരുപാട് സാഹചര്യങ്ങളിൽ പവർലെസ് ആയിട്ട് നിൽക്കേണ്ടി അവർക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ ലൈഫിലെ ആ ഒരു ട്രോമയോട് അഡാപ്റ്റ് ചെയ്തത് ചിലപ്പം ദേഷ്യം എന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു കാര്യം പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവർ റേസ് ആവുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നുള്ള രീതിയിലായിരിക്കും അവർ അവരുടെ ട്രോമയോട് അഡാപ്റ്റ് ചെയ്തത്. വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടാണ്, വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണിത്. യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ട്രോമയോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത് ഒരുപാട് പേര് പല പല രീതികളിലാണ് അഡാപ്റ്റ് ചെയ്യുന്നത്. ഒരാളിൽ തന്നെ പല പല രീതികളും നമുക്ക് കാണാൻ പറ്റും. ഇത് ആളുകൾ വഴി, അതായത് ഒരാളിൽ നിന്ന് വ്യത്യസ്തനാണ് മറ്റാളെന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരാളിൽ തന്നെ ഒരുപാട് അഡാപ്റ്റേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അയാളുടെ ലൈഫിൽ എത്രമാത്രം ട്രോമ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ച്. ട്രോമ മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന കണ്ടീഷനിങ്ങും അവിടെ വലിയൊരു പ്രധാനപ്പെട്ട പാർട്ടാണ്. ട്രോമയും ഒരു തരത്തിലുള്ള കണ്ടീഷനിങ് തന്നെയാണ്. പക്ഷേ കണ്ടീഷനിങ് എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കണക്കാക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടിൽ നിന്ന് പഠിച്ചത് എന്തൊക്കെയാണ്, സ്കൂളിൽ നിന്ന് പഠിച്ചത് എന്താണ്, വീട്ടിൽ നിന്ന് പഠിച്ചത് എന്താണ്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് പഠിച്ചത് എന്താണ്, അതെല്ലാം തന്നെ കണ്ടീഷനിങ് ആണ്. പലപ്പോഴും നമ്മളുടെ ട്രോമയോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത് ഈ കണ്ടീഷനിങ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ സക്സസ്ഫുൾ ആവണം എന്ന് എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമാണ്, അല്ലേ? നമ്മളുടെ തന്നെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ സക്സസ്ഫുൾ ആവാം, ജീവിത വിജയം നേടിയവർ എന്തെല്ലാം ശീലങ്ങളാണ് ഫോളോ ചെയ്യുന്നത്, അത് ഫോളോ ചെയ്യുക എന്നുള്ള രീതിയിലെല്ലാം തന്നെ ഒത്തിരി ആളുകൾ സംസാരിക്കാറുണ്ട്, ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ സക്സസ്ഫുൾ ആവുക എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹം കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ്. എന്തിനാണ് ആ കണ്ടീഷനിങ് ഉള്ളത്? നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ ജീവിത വിജയം നേടുക എന്നുള്ളതിൽ, സക്സസ്ഫുൾ ആവുക എന്നുള്ള രീതിയിൽ. അങ്ങനെ സക്സസ്ഫുൾ ആവാൻ സാധിച്ചവർക്ക് അതിനകത്ത് ഒരു ആത്മവിശ്വാസവും ഒരു ആത്മാഭിമാനവും ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ അതിന് സാധിക്കാത്തവർക്കാവട്ടെ അയ്യോ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ള മനപ്രയാസം ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് പല പല രീതിയിലാണ് നമ്മൾ ട്രോമയായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നാർസിസത്തിലേക്ക് വരാം. നാർസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാർസിസം എന്നുള്ളതിൻ്റെ കോറിൽ നിൽക്കുന്നത് എൻടൈറ്റിൽമെൻ്റ് ആണ്, ഗ്രാൻഡിയോസിറ്റിയാണ്. എന്താണ് എൻടൈറ്റിൽമെൻറ്റ്? ഇത് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? എൻടൈറ്റിൽമെൻറ്റ് എന്താണെന്ന് നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. എൻടൈറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് അവകാശങ്ങളാണ്, ഇതെല്ലാം എൻ്റെ അവകാശമാണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള അവകാശങ്ങളാണ് എല്ലാം എന്നുള്ള ഒരു ധാരണയാണ് എൻടൈറ്റിൽമെൻറ്റ് എന്നുള്ളത്. ഞാൻ ആരാണെന്ന് അറിയാമോ, എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ അവകാശങ്ങളായിട്ടുള്ളതെന്ന് അറിയാമോ എന്നുള്ള ആ ഒരു മനോഭാവമാണ് എൻടൈറ്റിൽമെൻറ്റ്. ഗ്രാൻഡിയോസിറ്റി എന്നുള്ളത് എന്താണ്? ഞാൻ ഭയങ്കര സംഭവമാണ് എന്നുള്ള ആ ഒരു വിശ്വാസമാണ്. എനിക്കിതെല്ലാം അവകാശപ്പെടണമെങ്കിൽ ഞാൻ സ്പെഷ്യൽ ആയതുകൊണ്ടാണല്ലോ, അതായത് ഞാൻ വളരെ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഇതെല്ലാം എൻ്റെ അവകാശങ്ങളായി തീരുന്നത്. നിങ്ങൾക്കിതൊന്നും അവകാശങ്ങളല്ലാത്തത് നിങ്ങൾ സ്പെഷ്യൽ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു മറ്റുള്ളവരോടുള്ള കണ്ടംപ്റ്റും അവനവനോടുള്ള ഒരു ഗ്രാൻഡിയോസിറ്റിയുമാണ് നാർസിസത്തിൻ്റെ കോറിൽ നിൽക്കുന്ന ഘടകം. ആ ഒരു ഗ്രാൻഡിയോസിറ്റി ഈ ഒരു എൻടൈറ്റിൽമെൻറ്റും ചേർന്ന് വരുമ്പോഴാണ് നമ്മളതിനെ നാർസിസം എന്ന് വിളിക്കുക. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് നാർസിസ്റ്റിക്കായിട്ട് മാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ വിഷയത്തിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുന്നത് അവരെ ഹെൽപ്പ് ചെയ്യും.
നമ്മൾ പല പല ഒരു വളർന്നു വരുമ്പോൾ കിട്ടുന്ന മെസ്സേജുകളും ടെമ്പറമെൻ്റലി ഉള്ള ഒരു സാധ്യതയും പ്ലസ് ജനിതകമായിട്ടുള്ള സാധ്യതയോടൊപ്പം തന്നെ സാഹചര്യങ്ങളിൽ നിന്നും കൂടിയുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുമാണ് നാർസിസം എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. സോ ചുറ്റുപാടിൽ നിന്നുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് പലപ്പോഴും വളരെ റെലവൻ്റ് ആയിട്ട് പറയുന്ന ഒരു തിയറിയാണ് ടു മച്ച് ആൻഡ് ടു ലിറ്റിൽ എന്ന് പറയുന്നത്. അതായത് ഒരു അറ്റാച്ച്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എംപത്തറ്റിക് ആയിട്ടുള്ള കുഞ്ഞിൻ്റെ ഫീലിങ്സിനോട് മനസ്സിലാക്കി അതിനോട് അറ്റ്യൂൺഡായി എനിക്കത് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ള ഒരു അറ്റ്യൂൺഡായി അതിനോട് തന്നെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഇടപെടലുകളും അതിനോടൊപ്പം അവിടെ വരുന്ന റിപ്പയർ അറ്റാച്ച്മെൻറ്റിൽ, അതായത് നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനോട് ദേഷ്യപ്പെടുമ്പോൾ അറ്റാച്ച്മെൻറ്റിന് ഒരു മുറിവേൽക്കുന്നുണ്ട് അവിടെ. അങ്ങനെയുള്ള മുറിവേൽക്കലുകൾ സ്വാഭാവികമായിട്ട് ഒരുപാട് സന്ദർഭത്തിൽ നടക്കാറുണ്ട് അല്ലേ, നമ്മൾ കുട്ടികളായിട്ട് ഇടപെടുമ്പോൾ. പക്ഷെ നമ്മൾ അവിടെ എന്താണ് വേണ്ടത്, നമ്മൾ റിപ്പയർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ മോന് വിഷമം വന്നോ, ഐ എം സോറി എന്നുള്ള രീതിയിൽ കുഞ്ഞിൻ്റെ സെൽഫ് എസ്റ്റീം റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റിപ്പയറുകളുമാണ് നമ്മൾ കോ റെഗുലേഷൻ എന്നുള്ള രീതിയിൽ, അതായത് കുഞ്ഞുമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ടു ലിറ്റിലായി പോവുക, ഇത്തരം കാര്യങ്ങൾ തീർത്തും ഇല്ലാതായി പോവുകയും കുഞ്ഞിൻ്റെ ചില സ്വഭാവ രീതികളിൽ മാത്രം ടൂ മച്ച് അറ്റൻഷൻ, ഒത്തിരി വാലിഡേഷൻ, ഒത്തിരി അറ്റൻഷൻ, ഒത്തിരി ഭയങ്കര പ്രൈസും, ഒത്തിരി അക്നോളജ്മെൻറ്റും, ഒത്തിരി അപ്രീസിയേഷനും. അപ്പോൾ ഒരു വശത്ത് തീർത്തും ഇല്ലാതിരിക്കാം അറ്റാച്ച്മെൻറ്റ് എന്നുള്ളതിൽ, കുഞ്ഞിൻ്റെ ആയിട്ടുള്ള കോ റെഗുലേഷൻ എന്നുള്ളത്, കുഞ്ഞിൻ്റെ വൈകാരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്നുള്ളതിലേക്ക് തീർത്തും ഒന്നും ഇല്ലാതിരിക്കുകയും കുഞ്ഞിൻ്റെ മറ്റ് ചില കുട്ടിയുടെ അവകാശം എന്നുള്ള രീതിയിൽ വരുന്ന കാര്യങ്ങളോട് ഒത്തിരി അറ്റൻഷനും ഒത്തിരി പ്രൈസും ഒത്തിരി വാലിഡേഷനും ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴാണ് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്വഭാവ രീതിയിലേക്ക് പോകുന്നത് എന്നാണ് റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു വാശിക്കാരിയോ ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് ഇമാജിൻ ചെയ്യാം. ഒരു വാശിക്കാരൻ അല്ലെങ്കിൽ വാശിക്കാരി എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അയാൾ കുറച്ച് സ്റ്റബേണാണ്, കുറച്ച് സ്വന്തം ഇഷ്ടങ്ങളും ഇതും അസേർട്ട് ചെയ്യുന്നതാണ്. മറ്റുള്ള ഒരാളുടെ ഫീലിങ്സിനൊന്നും അയാൾ പ്രാധാന്യം കൊടുക്കുന്നേക്കാൾ അവനവൻ്റെ ഫീലിങ്സിനും അവനവൻ്റെ ആവശ്യങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് കരുതാം. ഇങ്ങനൊരു കുട്ടിയുണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ കെയർ ടേക്കേഴ്സായിട്ട് വരുന്ന ആളുകളോട് ഈ കുട്ടി കുറച്ചൊരു ഗുസ്തി എടുക്കും. എന്തായാലും എനിക്കിത് മതി, എനിക്കിത് വേണ്ട, എനിക്കിങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് തിരിയൊന്ന് ഗുസ്തി എടുത്തേക്കാം. ഈ ഒരു കെയർ ടേക്കർ ആയിട്ടുള്ള ആൾക്ക്, ഈ ഒരു പാരൻ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് അതിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും അവർ ചെയ്യുന്നത് അവരുടെ ഫ്രസ്ട്രേഷനും അവരുടെ ആങ്കറും അവരുടെ ബുദ്ധിമുട്ടുകളായിരിക്കും ഈ ഇൻട്രാക്ഷനെ നയിക്കുന്നത്. അപ്പോൾ മിക്കവാറും നമ്മൾ നേരത്തെ പറഞ്ഞ ഇമോഷണൽ സപ്പോർട്ടോ ആ ഒരു കോ റെഗുലേഷനോ അറ്റ്യൂൺഡായിട്ട് നിൽക്കുന്ന ഒരു ഇടപെടലോ കുഞ്ഞിൻ്റെ ഫീലിങ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള എംപതൈസ് ചെയ്തുകൊണ്ടുള്ള ഇടപെടലുകളോ ഉണ്ടാവില്ല. മിക്കവാറും കുറ്റപ്പെടുത്തലുകളായിരിക്കും, വഴക്കായിരിക്കും, ബഹളമായിരിക്കും, ദേഷ്യപ്പെടലായിരിക്കും, നീ എപ്പോഴും ഇങ്ങനെയാണ്, നീ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ള ഇടപെടലുകളൊക്കെ ആയിരിക്കും. ഈ ഒരു ഇടപെടലുകളെല്ലാം വരുന്ന അതേ സമയത്ത് തന്നെ ഈ കുട്ടിക്ക് അപ്പുറത്ത് നിന്നും നന്നായി ഒരു ആൺകുട്ടിയാണ് എന്നുള്ളതിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പേട്രിയാർക്കലായിട്ടുള്ളൊരു സമൂഹമാണ്, ആൺകുട്ടിയാണ് എന്നുള്ള പേരിൽ ഒരുപാട് വാലിഡേഷൻ ലഭിക്കുകയാണ് എന്ന് കരുതാം. ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതിൻ്റെ പേരിൽ ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല എന്നുള്ള ഉത്തരവാദിത്വങ്ങളൊന്നും നിനക്ക് ആവശ്യമില്ല, നിന്നെ എല്ലാവരും അങ്ങോട്ട് ടേക്ക് കെയർ ചെയ്യേണ്ടതാണ് എന്നുള്ള അവസരങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുകയാണ് എന്ന് കരുതാം. അതിൻ്റെ കൂടെ ഈ വ്യക്തിയുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിന്, ഉദാഹരണത്തിന് ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് ആവാം, അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കാം, ഈ വ്യക്തിയുടെ കഴിവുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കാം, അതിനെല്ലാം ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള വല്ലാത്തൊരു പ്രൈസും അഡ്മിറേഷനും വാലിഡേഷനും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് കരുതാം. സോ ഒരു വശത്ത് ഈ ഒരു വ്യക്തിക്ക് ഒട്ടുമില്ല, അതായത് ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഒട്ടുമില്ല, മറുവശത്ത് ഈ വ്യക്തിയുടെ എൻടൈറ്റിൽമെൻറ്റ് വർദ്ധിക്കുന്ന ഘടകങ്ങൾ അവിടെ ഉണ്ടാവുകയും ചെയ്യുകയാണ് എന്ന് കരുതാം. ഈ ഒരു വ്യക്തിയുടെ ടെമ്പറമെൻറ്റ് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടെമ്പറമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ കുട്ടി ഈ ഒരു കോൺഫ്ലിക്റ്റിനെ, അതായത് ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിനെ മറികടക്കുന്നത് ഒരേ സമയം വളരെയധികം ഷെയിമോട് കൂടി അതിനോടൊപ്പം തന്നെ വളരെയധികം അഭിമാനത്തോടു കൂടിയായിരിക്കും. ഇത്ര കോൺഫ്ലിക്റ്റിംഗ് ആണല്ലേ. അതായത് അവർക്ക് അവനവൻ ആരാണ് എന്നുള്ളതിനകത്ത് അത്യധികം ഷെയിമാണ് ഉണ്ടായിരിക്കുക. അതായത് കാരണം ആ ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ടോ, നീ നല്ലൊരു വ്യക്തിയാണ്, കുഴപ്പമില്ല, നീ യു ആർ എ ഗുഡ് പേഴ്സൺ എന്നുള്ള വാലിഡേഷനോ കിട്ടിയിട്ടല്ല. അവർക്ക് അവിടെ ആ ഒരു
കൊടുത്തിട്ടുള്ളത് നീ അത്ര വാശിയാണ്, നീ അത്ര മോശമാണ്, നീ അത്ര ബാഡ് പേഴ്സൺ ആണ് എന്നുള്ളൊരു മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അവനവനെ പറ്റി തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം അല്ല ഉള്ളത്, അവിടെ ഒരു തരം ഷെയിമാണുള്ളത്. എന്നാൽ അതിനെ മറികടക്കാനായിട്ട് ഈ വ്യക്തിക്ക് നല്ലതായിട്ട് മാർക്ക് മേടിച്ചപ്പോൾ നല്ലൊരു വാലിഡേഷൻ കിട്ടി, ആൺകുട്ടിയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് വാലിഡേഷൻ കിട്ടി, പെൺകുട്ടിയാണെന്നുള്ള രീതിയിൽ കുറേ വാലിഡേഷൻ കിട്ടി. ആ വ്യക്തിക്ക് സ്വന്തം അച്ചീവ്മെൻറ്റ്സോ അല്ലെങ്കിൽ സ്വന്തം സ്വഭാവ രീതികളോ, ഉദാഹരണത്തിന് ചില ആൾക്കാർ വളരെയധികം റൂം നീറ്റാക്കി വെച്ച സമയത്തായിരിക്കും നല്ല വാലിഡേഷൻ കിട്ടിയത്. ഓക്കെ, അപ്പോൾ പെർഫെക്ഷനിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർ അവനവനെ തന്നെ കാണുന്നു. അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു സ്പോർട്സ് പ്ലെയർ എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നല്ലതായിട്ട് അവർക്ക് അച്ചീവ്മെൻറ്റ് കിട്ടുന്നു എന്നുള്ള രീതിയിലായിരിക്കാം, നന്നായി പഠിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കാം. കുട്ടിയുടെ എന്തെല്ലാമോ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് ഈ കുട്ടിക്ക് നല്ലൊരു അഭിമാനവും നല്ലൊരു അപ്രീസിയേഷനും നല്ല വാലിഡേഷനും കിട്ടുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ ആ ഒരു വ്യക്തിത്വം രൂപപ്പെട്ട് വരുന്നതിൽ ഒരു സ്പ്ലിറ്റാണ് അവിടെ സംഭവിക്കുന്നത്, അല്ലേ? സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും എൻ്റെ സെൽഫ് എന്താണ് എന്നുള്ളതിലൊരു ഷെയിമും, എന്നാൽ കണ്ടീഷണലായി ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം എനിക്ക് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ അതിനകത്ത് എനിക്ക് അഭിമാനമായി. അപ്പോൾ അഭിമാനം മാത്രമല്ല, അതെനിക്ക് എൻടൈറ്റിൽമെൻറ്റുമാണ്. അതിൽ നിന്ന് ഈ വ്യക്തിക്ക് കുറേ കാര്യങ്ങൾ കോൺസിക്വൻസ് നേരിടേണ്ടി വന്നിട്ടില്ല. അതായത് നീ ഇത്രയും ഇത് ചെയ്തതുകൊണ്ട് നിനക്ക് ഇന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാണ്, നിനക്ക് എന്തും ആവാം. അപ്പോൾ ആ രീതിയിലൊരു പെർമിസീവ് പാരൻറ്റിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴത്തേക്കും അവനവനെ പറ്റി തന്നെ ഒരു ഷെയിം, ആ ഷെയിമിനെ കുട്ടി മറികടക്കുന്നത് എങ്ങനെയാണ്? എൻടൈറ്റിൽമെൻറ്റിലൂടെയാണ്, അല്ലേ? കണ്ടോ, ഞാനിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതെൻ്റെ അവകാശമാണ്, ഞാൻ ഇന്ന രീതിയിലൊക്കെ ആയതുകൊണ്ട് ഇതെൻ്റെ അവകാശമാണ്, ഞാൻ അത്രയും ഭയങ്കര സംഭവമാണ് എന്നുള്ളൊരു ഗ്രാൻഡിയോസിറ്റിയും എൻടൈറ്റിൽമെൻറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ വ്യക്തി അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ഫീലിങ്സിനെ മറികടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തി എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അഡാപ്റ്റേഷൻ നമുക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ വ്യക്തി, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി വളർന്നു വരുന്ന പല പല സാഹചര്യങ്ങളിൽ നിന്നും ഒരു ടീനേജൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ വ്യക്തി അവനവൻ്റെ ആ ഒരു ഷെയിം എന്നുള്ളതിനെ ഓവർകം ചെയ്തത്? എങ്ങനെയാണ് അതിനെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തത്? അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തത് ഞാൻ ഇന്ന ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ള രീതിയിൽ, ഇതെല്ലാം എൻ്റെ അവകാശമാണ്, എനിക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് എന്നുള്ള ഒരു എൻടൈറ്റിൽമെൻറ്റോട് കൂടിയിട്ടുമാണ് ഈ വ്യക്തി അവനവൻ്റെ ഉള്ളിലെ ട്രോമയെ, അവനവൻ്റെ ഉള്ളിലത്തെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫീലിങ്സിനെ മറികടന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും പേഴ്സണാലിറ്റി ട്രേറ്റിലെടുത്ത് നോക്കുമ്പോൾ മെയിൻ സീറ്റിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്, അല്ലേ? നമ്മളെ തന്നെ ഒരു കാറോ ഒരു വാഹനമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആരാണ് ആ വാഹനം ഓടിക്കുന്നത്? ഇതാണ് നമ്മളുടെ സെൽഫ് എന്നുള്ളൊരു പാർട്ട്. ഹൂ ഈസ് ഡ്രൈവിംഗ് ദ കാർ അല്ലെങ്കിൽ ഹൂ ഈസ് ഡ്രൈവിംഗ് ദ വെഹിക്കിൾ എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. ഒരുപാട് പേർക്ക് അത് ട്രോമയോടുള്ള അഡാപ്റ്റേഷൻസ് ആണ്. നേരത്തെ പറഞ്ഞ പീപ്പിൾ പ്ലീസർ ആയിട്ടുള്ള ഒരാൾക്ക് വണ്ടി ഓടിക്കുന്നത് ഭൂരിഭാഗം സമയം പീപ്പിൾ പ്ലീസർ ആയിട്ടുള്ള ആ ഒരു പാർട്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളാണെങ്കിൽ വണ്ടി ഓടിക്കുന്നത് സോഷ്യലി ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു പാർട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെ അർത്ഥം അയാളുടെ ഉള്ളിൽ വേറെ പാർട്സ് ഇല്ല എന്നാണോ? അല്ല, അയാളുടെ ഉള്ളിൽ വേറെയും പാർട്സ് ഉണ്ടല്ലേ. പക്ഷെ അതിനൊന്നും വണ്ടിയുടെ ചാർജ് ഏറ്റെടുക്കാനായിട്ട് ചെറുപ്പം മുതലേയുള്ള പല എക്സ്പീരിയൻസിൽ നിന്നും അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അയാളുടെ ഉള്ളിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് ഉണ്ടായിരിക്കാം, അയാളുടെ ഉള്ളിൽ വളരെ നന്നായി നല്ല രീതിയിൽ കാര്യങ്ങളെ നേരിടുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പാർട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ പാർട്ടുകൾക്കൊന്നും വണ്ടി ഓടിക്കാനായിട്ടുള്ള അവസരം കിട്ടുന്നില്ല. കാരണം ഭയം കൊണ്ടും ലൈഫിനെ എങ്ങനെ നേരിടും എന്നുള്ള ഫീലിംഗ് കൊണ്ടും അയാളെ അഡാപ്റ്റ് ചെയ്യാൻ സഹായിച്ച പാർട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അയാളെ നേരിടാൻ സഹായിച്ച പാർട്ടാണ്, ആ ട്രോമയോടുള്ള അഡാപ്റ്റ് ചെയ്തിട്ടുള്ള പാർട്ടായിരിക്കും മിക്കവാറും വണ്ടി ഓടിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ പെർഫെക്ഷനിസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ വണ്ടി ഓടിക്കുന്നത് ആരാണ്? അയാളുടെ ഉള്ളിലെ തെറ്റുകൾ വരുത്തുന്നത് ശരിയല്ല, ഞാനെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ മുൻപോട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടാണല്ലേ വണ്ടി ഓടിക്കുന്നത്, പെർഫെക്ഷനിസ്റ്റിക് ആയിട്ടുള്ള ആളുടെ. ഇനി അവിടെ അതല്ല, നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ സോഷ്യലി ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളുടെ ആളാണെന്ന് കരുതാം. അയാളുടെ വണ്ടി ഓടിക്കുന്നത് ആളുകളെല്ലാം ഡേഞ്ചറാണ്, എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ പിന്നിലേക്ക് മാറിയിരിക്കണം, നമ്മൾ ഒതുങ്ങിയിരുന്നാലാണ് നമ്മൾ രക്ഷപ്പെടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ഡേഞ്ചറാണത്, അതുകൊണ്ട് നമ്മൾ മാറിയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന പാർട്ടാണ് അയാളുടെ വണ്ടി ഓടിക്കുന്നുണ്ടായിരിക്കുക. എന്തുകൊണ്ടാണ് ഈ പാർട്സിന് വണ്ടിയുടെ ചാർജ് ഏറ്റെടുക്കേണ്ടി വന്നത്? കാരണം ഇല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് പോവില്ലായിരുന്നു. അവർ നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന്, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന്, അവരുടെ ട്രോമയിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തത് ഈ പാർട്ട് വണ്ടി ഏറ്റെടുത്തപ്പോഴാണ്. അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെന്നിരിക്കെ, അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്ത പല പല സാഹചര്യങ്ങളും ഈ പാർട്സ് വണ്ടിയുടെ ചാർജ് ഏറ്റെടുത്തപ്പോഴാണ് വണ്ടി മുന്നോട്ട് പോയത് എന്നുള്ളപ്പോൾ
ഈ പാർട്സിനോട് അങ്ങോട്ട് മാറിയിരിക്കേ, ഇനി ഞാൻ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് വർക്ക് ചെയ്യില്ല. കാരണം അതത്ര ഈസി അല്ല. കാരണം ആ ഒരു അഡാപ്റ്റേഷനാണ് അവരെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ നാർസിസത്തിലേക്ക് വരുമ്പോൾ അവരുടെ വണ്ടി ഓടിക്കുന്നത് ആരാണ്? ഗ്രാൻഡിയോസ് ആയിട്ടുള്ള എൻടൈറ്റിൽഡ് ആയിട്ടുള്ള പാർട്ടാണ് അല്ലേ. ഇതൊക്കെ എൻ്റെ അവകാശമാണ്, എനിക്ക് തോന്നിയത് എന്തും ഞാൻ ചെയ്യും, എൻ്റെ ലൈഫിൽ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ സഹിച്ചാൽ മതി, ഇതൊക്കെ എൻ്റെ അവകാശമാണ്, കാരണം ഞാൻ ഭയങ്കര സ്പെഷ്യലാണ് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു പാർട്ടായിരിക്കും അവരുടെ വണ്ടി ഓടിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു ഗ്രാൻഡിയോസ് ആയിട്ടുള്ള എൻടൈറ്റിൽഡ് ആയിട്ടുള്ള പാർട്ടാണല്ലേ. അതുകൊണ്ടാണല്ലോ നാർസിസം എന്നുള്ളത് പറയുന്നത്. ഈ ഒരു പാർട്ട് അവിടെ വന്നതിന് അവരുടെ വണ്ടിയിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ അവർക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്തത് ഈ പാർട്ട് വണ്ടിയുടെ കൺട്രോൾ ഏറ്റെടുത്തപ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പാർട്ടിനോട് പറയണം അങ്ങോട്ട് മാറിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത്ര പെട്ടെന്ന് ആ ഒരു വണ്ടിയുടെ കൺട്രോൾ വിട്ടു തരാനായിട്ട് തയ്യാറാവില്ല. കാരണം അവരുടെ പേഴ്സണാലിറ്റി സ്റ്റൈൽ അതായിട്ട് മാറിക്കഴിഞ്ഞല്ലേ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് പേര് തെറപ്പി എടുത്തിട്ടുള്ളവരുണ്ടായിരിക്കും, തെറപ്പി എടുക്കാത്തവരുണ്ടായിരിക്കും. തെറപ്പി എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചും ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള തെറപ്പിയിലൂടെ കടന്നു പോയവർക്കറിയാം എത്രമാത്രം നമ്മൾ വർക്ക് ചെയ്തിട്ടാണ്, എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആങ്ഷ്യസ് ആയിട്ടുള്ള, പെർഫെക്ഷനിസ്റ്റിക് ആയിട്ടുള്ള, സോഷ്യലി ആങ്ഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഡേഞ്ചറിലാണ് എന്ന് വിശ്വസിക്കുന്ന, ഞാൻ അത്ര പോരാ എന്ന് വിശ്വസിക്കുന്ന, എൻ്റെ തെറ്റാണെല്ലാം എന്ന് വിശ്വസിക്കുന്ന, എൻ്റെ ഭാഗത്ത് ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ട്, എല്ലാം എൻ്റെ കുറവാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മളുടെ ഉള്ളിലെ പാർട്സിനെ പഴയ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും, നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള പാസ്റ്റിലെ എക്സ്പീരിയൻസിൽ നിന്നും റിക്കവർ ചെയ്ത് ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഉള്ളിലെ മറ്റ് പാർട്സ് ഉണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഡീൽ ചെയ്യുന്ന മറ്റ് പാർട്സ് ഉണ്ട്. ബോഡി വളരെ റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ നിന്ന് വളരെ സ്പോണ്ടേനിറ്റിയോട് കൂടിയിട്ടും വളരെ ചിയർഫുള്ളായിട്ടും വളരെ റെഗുലേറ്റഡ് ആയിട്ടും വണ്ടി ഓടിക്കുന്ന പാർട്സിന് വണ്ടിയുടെ ചാവി കൈമാറാനായിട്ട് നമ്മളുടെ ഉള്ളിലെ ആ ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള, ആ ഒരു ഡിഫിക്കൾട്ട് ഇമോഷൻസിൽ നിൽക്കുന്ന, ഷെയിമുള്ള, ഗിൽട്ടുള്ള പാർട്സിന് അത്ര എളുപ്പമല്ല അല്ലേ. കാരണം അവർ വണ്ടി ഓടിച്ചപ്പോഴാണ് വണ്ടി മുന്നോട്ട് പോയിട്ടുള്ളൂ. നമ്മളുടെ പാസ്റ്റിലത്തെ എക്സ്പീരിയൻസ് അതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹീലിംഗ് വർക്ക് വേണ്ടി വരുന്നുണ്ട്, ഒരുപാട് ട്രോമ വർക്ക് വേണ്ടി വരുന്നുണ്ട് അതിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട്. അത്രയും വർക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നിരിക്കെ നർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളോട് പറയാണ് നിങ്ങളുടെ ഗ്രാൻഡിയോസ് ആയിട്ടുള്ള എൻടൈറ്റിൽഡ് ആയിട്ടുള്ള പാർട്ടിനോട് അങ്ങോട്ട് മാറിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ വണ്ടി ഓടിക്കുന്നത് ഈ പാർട്സാണ്, ഗ്രാൻഡിയോസ് ആയിട്ടുള്ള പാർട്ടാണ്, എൻടൈറ്റിൽഡ് ആയിട്ടുള്ള പാർട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ അത്ര പെട്ടെന്ന് അതിൻ്റെ ചാവിയൊന്നും കൈമാറില്ല. അത്ര പെട്ടെന്നല്ല, ചില സമയത്ത് ഒരിക്കലും അവർ ചാവി കൈമാറാറില്ല. കാരണം അതിൻ്റെ റീസൺ അവരുടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഡാപ്റ്റേഷനാണ്. നമ്മളുടെ ഭാഗത്തുനിന്ന് നമുക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ പ്രോസസ്സുകളുണ്ട്. പക്ഷേ അതിൽ നിന്ന് മുന്നോട്ട് വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് സെൽഫ് അവെയർനെസ് ആയിരിക്കും. ശരിയാണല്ലോ, ഞാൻ ഭയങ്കര ആങ്ഷ്യസ് ആണല്ലോ, എനിക്ക് ഒരുപാട് പെർഫെക്ഷനിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ടല്ലോ, എൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, ഞാനതിൽ വർക്ക് ചെയ്യട്ടെ, ഞാനതിനെ ഫേസ് ചെയ്യട്ടെ, അതിൽ നിന്ന് മുന്നോട്ട് വരട്ടെ എന്ന് തിരിച്ചറിയുന്ന, അതിൽ വർക്കൗട്ട് ചെയ്യുന്ന പാർട്സും അപ്പുറത്ത് കൂടെ ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്കതിൽ വർക്കൗട്ട് ചെയ്യാനും മുന്നിലേക്ക് വരാനും നമ്മുടെ ലൈഫിലത്തെ കാര്യങ്ങളെ നേരിടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ നർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ സെൽഫ് ഫേവർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൻ്റെ ഭാഗത്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളതായിരിക്കും. എൻ്റെ വണ്ടി ഓടിക്കുന്ന പാർട്സിന് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, സോ അത് അത്ര ഹൊക്കെയല്ല എന്നുള്ള തിരിച്ചറിവ് അവരെ വളരെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതാണ്. ഒരിക്കലും അവരതിന് തയ്യാറാവില്ല എന്നുള്ളതാണ് സത്യം. അവനവൻ്റെ ഷെയിമിനെ ഫേസ് ചെയ്യാനോ അവനവൻ്റെ ഗിൽട്ടിനെ ഫേസ് ചെയ്യാനോ അവനവൻ്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എൻ്റെ ഉള്ളിൽ ആങ്സൈറ്റി ഉണ്ടെന്നോ? ഒരിക്കലുമില്ല, അതൊക്കെ ഭയങ്കര വീക്കായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊരു മനോഭാവമായിരിക്കാം. അല്ലെങ്കിൽ അവരെ വിക്ടിമൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അവരതിന് ചിലപ്പോൾ തയ്യാറാവുമായിരിക്കാം. കണ്ടോ, എനിക്ക് ഇത്രയും പാസ്റ്റ് ഉള്ളത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ വന്നത്, എഗെയിൻ അതും ഒരു എൻടൈറ്റിൽമെൻ്റ് ആണല്ലേ, എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണല്ലോ ഇതൊക്കെ വന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അങ്ങോട്ട് സഹിക്കുക എന്ന് പറയുന്നതും ഒരു എൻടൈറ്റിൽമെൻ്റ് ആണ്. അതും എൻടൈറ്റിൽഡ് ആയിട്ടുള്ള പാർട്ടാണ്. അതുകൊണ്ടാണ് വൾണറബിൾ ആയിട്ടുള്ള നാർസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വിക്ടിമൈസേഷൻ എന്നുള്ളത് അവരുടെ എൻടൈറ്റിൽമെൻ്റ് ആണ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുക എന്ന് പറയുന്ന ആ ഒരു എൻടൈറ്റിൽമെൻറ്റുള്ള പാർട്ടിനും ഈ പറയുന്ന പോലെ അതിന് അതിൻ്റേതായിട്ടുള്ള ഉപകാരമുണ്ട് അല്ലേ, അതിൻ്റേതായിട്ടുള്ള അഡാപ്റ്റേഷൻ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ സ്ഥാനം കൈമാറാനൊട്ടും തയ്യാറായിരിക്കില്ല. അതുകൊണ്ടാണ് ആ ഒരു എഫേർട്ട് അവരെടുക്കുന്നതിൽ ഒരുപാട് തടസ്സം നിൽക്കുന്നത് കൊണ്ടാണ്, ആ ഒരു ചാവി കൈമാറാൻ അവർ തയ്യാറല്ലാത്തത് കൊണ്ടാണ്
ഇവരുടെ ഈ പാർട്സിനോട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം എന്നുള്ളതിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, എൻ്റെ ലൈഫിൽ ഇന്നൊരു വ്യക്തിക്ക് ഇന്ന പാർട്സ് ഉണ്ട്, ഈ പാർട്സാണ് അവരുടെ വണ്ടി ഓടിക്കുന്നത്. ഈ വ്യക്തി വളരെ ഗ്രാൻഡ്യൂസ് ആണ്, എൻടൈറ്റിൽഡ് ആണ്, വിക്ടിമൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരിക്കലും അവനവൻ്റെ സെൽഫ് റെഗുലേഷൻ എന്നുള്ളതിലേക്കോ സെൽഫ് അവെയർനെസ് എന്നുള്ളതിലേക്കോ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് വർക്ക് ചെയ്യട്ടെ, എൻ്റെ സെൽഫിൽ ഞാൻ വർക്ക് ചെയ്യട്ടെ, എൻ്റെ വണ്ടി ഓടിക്കുന്ന പാർട്സിൽ ഞാൻ വർക്ക് ചെയ്യട്ടെ, സോ ദാറ്റ് എനിക്ക് ഇതിനോട് ബെറ്ററായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നെനിക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ബെറ്ററായിട്ട് എൻ്റെ വണ്ടി എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ രീതിയിൽ നമ്മളതിനെ മാറ്റി ചിന്തിക്കുമ്പോഴാണ് നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരേ സമയം നർസിസ്റ്റിക് ആയിട്ടുള്ള ആളുടെ അടുത്തുള്ള ഒരു ദേഷ്യമോ വിരോധമോ അല്ലെങ്കിൽ വെറുപ്പോ എന്നുള്ളതിന് മാത്രമല്ല, കുറച്ചും കൂടി ആഴത്തിൽ നമുക്ക് എന്താണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കും. ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് നമ്മളോട് തന്നെ കമ്പാഷനേറ്റ് ആവാൻ പറ്റും എന്നുള്ളതാണ്. എൻ്റെ സെൽഫിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ, എത്രമാത്രം അതിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ. ഈ പറഞ്ഞ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആണ് എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്നിൽ തന്നെ വർക്ക് ചെയ്യട്ടെ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ എൻ്റെ സെൽഫിനെ ഹെൽപ്പ് ചെയ്യട്ടെ, അതുവഴി എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിലേക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കണ്ണിലൂടെ നമുക്ക് അതിനെ നോക്കിക്കാണുന്നത് സഹായിക്കും. അതാണ് ട്രോമ ഫോക്കസ്ഡ് ആയിട്ട് എങ്ങനെ അതിനെ നോക്കിക്കാണാം എന്നുള്ളതിൻ്റെ ഉത്തരം. ട്രോമ ഫോക്കസ്ഡ് ആയിട്ട് നോക്കിക്കാണുക എന്ന് പറയുമ്പോൾ മുൻപിലുള്ള ആളെ ന്യായീകരിക്കുക എന്നുള്ളതല്ല. ഞാൻ ഒരിക്കലും പറയുന്നില്ല നർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി വണ്ടി ഓടിക്കുന്നത് എൻടൈറ്റിൽഡ് ആയിട്ടുള്ള പാർട്ടായതുകൊണ്ട് അത് അയാളുടെ ട്രോമയുടെ അഡാപ്റ്റേഷനാണ്, നിങ്ങളത് സഹിച്ചു കൊടുക്കണം, നിങ്ങളത് സമ്മതിച്ചു കൊടുക്കണം, അതിനോട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ കൊണ്ടുപോയി കിണറ്റിലിട്ടിട്ട് ഈ ഒരു വ്യക്തിയുടെ സെൽഫിന് വേണ്ടിയിട്ട്, ഈ ഒരു എൻടൈറ്റിൽഡ് ആയിട്ടുള്ള സെൽഫിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളയണം എന്നല്ല ഞാൻ പറയുന്നത്. അതാണ് റിയാലിറ്റി. അത് അയാളുടെ അഡാപ്റ്റേഷനാണ്, അയാളുടെ ലൈഫിലെ ട്രോമയോടുള്ള അയാളുടെ അഡാപ്റ്റേഷനാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ട്രോമയോടുള്ള അഡാപ്റ്റേഷൻ എന്താണ് എന്ന് ചിന്തിച്ച് നോക്കൂ. അതിനകത്ത് എനിക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്ന് ചിന്തിച്ച് നോക്കൂ. എനിക്ക് മുൻപിലേക്ക് പോകാൻ തെറപ്പിയാണ് ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ച് നോക്കൂ. അല്ല, എനിക്ക് അതിലേക്ക് മുൻപിലേക്ക് പോകാനുള്ള റിസോഴ്സസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ച് നോക്കുക. എനിക്ക് എങ്ങനെ ബെറ്ററായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. അല്ലാതെ ഈ ഒരു വ്യക്തിയെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഒരിക്കലും ഈ ഒരു വീഡിയോ ഉപയോഗിക്കരുത്. ഈ വീഡിയോ എപ്പോഴും ജസ്റ്റ് ആ ഒരു ഡൈനാമിക് എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്, ഒരിക്കലും ഈ ഒരു വ്യക്തിയെ ജസ്റ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.